ലൂക്കായുടെ സുവിശേഷം 21 അധ്യായം 20 മുതൽ 28 വരെയുള്ള തിരുവചന ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. കർത്താവായ യേശു യെരുസലേമിൻ്റെ നാശത്തെക്കുറിച്ചും ലോകാവസാനത്തെക്കുറിച്ചും നൽകുന്ന പ്രവചനങ്ങൾ കേട്ട് നാം പലപ്പോഴും ഭയചകിതരാകാറുണ്ട്. എന്നാൽ ഈ വചനങ്ങൾ നമ്മെ ഭയപ്പെടുത്താനല്ല, മറിച്ച് വരാനിരിക്കുന്ന മഹത്തായ രക്ഷയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുവാനാണ്. യെരുസലേമിനെ സൈന്യങ്ങൾ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ നാശം അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഇത് അക്ഷരം പ്രതി സംഭവിച്ച ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്. അത് ദൈവവചനത്തിൻ്റെ കൃത്യതയെ വെളിപ്പെടുത്തുന്നു. ഇന്നത്തെ ലോകത്തിൽ നാം കാണുന്ന യുദ്ധങ്ങളും പ്രകൃതി ദുരന്തങ്ങളും ധാർമ്മികമായ അധപതനങ്ങളുമൊക്കെ ഈ വചനങ്ങളുമായി ചേർത്ത് വായിക്കാവുന്ന അടയാളങ്ങളാണ്. സഹോദരങ്ങളെ, ഈ ലോകത്തിലെ പാപത്തിൻ്റെയും തിന്മയുടെയും ആധിക്യം അനുദിനം വർദ്ധിക്കുമ്പോൾ പലരും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. എന്നാൽ ഈ സംഭവങ്ങൾ ലോകത്തിൻ്റെ അന്ത്യത്തെയും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ സൂചിപ്പിക്കുന്നു എന്ന് നാം തിരിച്ചറിയണം. നമ്മുടെ കാലഘട്ടത്തിലെ ധാർമ്മിക വെല്ലുവിളികളും പാപത്തിൻ്റെ സ്വാധീനവും ഈ വചനങ്ങളുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ലോകം കഷ്ടതകളാൽ നിറയുമ്പോഴും ക്രിസ്ത്യാനികളായ നമുക്ക് പ്രത്യാശ കൈവിടാനായിട്ട് യാതൊരുവിധ വകുപ്പുമില്ല. ഇത് സംഭവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ വിമോചനം അടുത്തിരിക്കുകയാൽ നിവർന്നു നിന്ന് ശിരസ്സുയർത്തുവീൻ എന്നാണ് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത്. ഈ വചനം നമുക്ക് വലിയ ആശ്വാസവും പ്രചോദനവും നൽകുന്നു. സഹോദരങ്ങളെ, ലോകം മുഴുവൻ ഭയത്തിലും ആശങ്കയിലുമായിരിക്കുമ്പോൾ നാം ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിക്കണം. കർത്താവായ യേശു തന്നെ മഹത്വത്തിൽ മടങ്ങി വരുമ്പോൾ അത് നമ്മെ സംബന്ധിച്ച് പൂർണ്ണമായ വിമോചനത്തിൻ്റെ സമയമാണ്. അതിനാൽ നാം ഉണർന്നിരിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. പാപകരമായ ജീവിതശൈലികൾ ഉപേക്ഷിച്ച് വിശുദ്ധിയിൽ ജീവിക്കാൻ നാം പരിശ്രമിക്കണം. കർത്താവിൻ്റെ വരവിനായി ഒരുക്കമുള്ളവരായിരിക്കുക എന്നതാണ് നമ്മുടെ കടമ. ഈ തിരുവചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവ് വാതിൽക്കൽ തന്നെ നിൽക്കുന്നു എന്നാണ്. ഭയപ്പെടാതെ പ്രത്യാശയോടെ ശിരസ്സുയർത്തി അവിടുത്തെ വരവിനായി നമുക്ക് ധൈര്യപൂർവ്വം കാത്തിരിക്കാം. ആമേൻ.